Hello friends, today we will discuss about electronic clearance service that is ECS and IPO that is Indian Postal Orders. ECS that is electronic clearance service. ECS is a scheme provide an alternative method of effective bulk payment of transactions. So ECS is a alternative method of bulk payment of transactions. Then the transaction under this scheme move from a single user source to a large number of destinations account holder. ECS helps to single user to bulk users. That is bulk payment of transactions to one person to large number of persons. The ECS is being offered in the Department of Post in connection with the payment of monthly income schemes. That is, ECS is offered in connection with the MIS. MIS means monthly income schemes. ECS was introduced on 9th August 2003 on pilot basis in Mumbai city. ECS introduce ചെയ്തത് 9th August 2003 എവിടെയാണ് പൈലറ്റ് ലോഞ്ച് ആണ് നടത്തിയത് എവിടെ മുംബൈ സിറ്റിയിൽ. Under ECS scheme, the depositor have the facility of getting MIS interest automatically transferred and credited into their SB account on the due dates at the destination bank of their choice. അണ്ടർ ഇ സി എസ് സ്കീംസ് എന്താ ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് എം ഐ എസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് മന്ത്ലി ഇൻകം സ്കീമാണ്. അതിന്റെ ഇൻട്രസ്റ്റ് യൂസറിന്റെ എസ് ബി ഐ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, അവിടെ നിന്ന് അവരുടെ ബാങ്കിലേക്കും ട്രാൻസ്ഫർ ചെയ്യാം. ഇനി എന്താണ് എം ഐ എസ്? MIS is a saving scheme offered by the India Post. It is a low risk investment option that provides steady income to investors. MIS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സേവിങ് സ്കീമാണ്, മന്ത്ലി ഇൻകം സ്കീം. ഇപ്പോൾ നമ്മൾ ഒരു 5 lakh റുപ്പീസോ എന്തെങ്കിലും ഡിപ്പോസിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, അതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, മന്ത്ലി മേടിച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു ആർഡിയോ അങ്ങനെ എന്തെങ്കിലും ചേരാൻ പറ്റും. അതാണ് MIS, മന്ത്ലി ഇൻകം സ്കീം. Indian Postal Orders IPO. IPO provide a convenient means of transferring small sum of money by post. IPO are available in 4 denominations: 10, 20, 50 and 100. IPO has the denominations and serial numbers with the prefixed letters printed on it. IPO എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ പോസ്റ്റൽ ഓർഡേഴ്സ്. അതെന്താണ്? ഇറ്റ് ഈസ് എ കൺവീനിയന്റ് മീൻസ് ഓഫ് ട്രാൻസ്ഫറിങ് സ്മോൾ സം ഓഫ് മണി ബൈ പോസ്റ്റ്. പോസ്റ്റ് വഴി നമുക്ക് ചെറിയ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു മാധ്യമം എന്ന് പറയാം. എന്ത്? ഇന്ത്യൻ പോസ്റ്റൽ ഓർഡേഴ്സ്. ഇന്ത്യൻ പോസ്റ്റൽ ഓർഡേഴ്സ് നിലവിൽ 4 ഡിനോമിനേഷൻസിനാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ₹10, 20, 50 and 100. പുതിയ പോസ്റ്റ് ഓഫീസ് റെഗുലേഷൻ വന്നപ്പോൾ ഇപ്പോൾ 4 ഡിനോമിനേഷൻസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇതിക്ക് മുമ്പ് എത്ര ഡിനോമിനേഷൻസിലുണ്ടായിരുന്നു? 8 ഡിനോമിനേഷൻസിലായിരുന്നു. 1 റുപ്പീൻ്റെ 2 rupees, 5 rupees, 7, then 10, 20, 50 and 100. Then IPO has the denominations and serial numbers provided on it. Then printing and supply of IPOs, denominations up to ₹7 are discontinued from 19th January 2015. 19th January 2015 മുതൽ ₹7 വരെയുള്ള IPOs ഡിനോമിനേഷൻസിന്റെ പ്രിന്റിങ്ങും സപ്ലൈ എന്ത് ചെയ്തു? ഡിസ്കണ്ടിന്യൂ ചെയ്തു. അപ്പൊ എന്നാണ് ഡിസ്കണ്ടിന്യൂ ചെയ്തത്? 19th January 2015. ഇനി these stamps are affixed on the face of the IPOs in the space provided for. ഈ ₹7, ₹1, ₹5 അങ്ങനെയുള്ള എമൗണ്ടിന്റെ സ്റ്റാമ്പ്സ് എന്താണ്? IPO എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ പോസ്റ്റൽ ഓർഡേഴ്സ് ആണ്. അവിടെ ഒരു സ്റ്റാമ്പ് ഒട്ടിക്കാനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഫിക്സ് ചെയ്യും. Defaced stamps are not accepted for the purpose and perforated stamps are only recognized on orders presented by banks. Defaced stamps ഇതിനു വേണ്ടി ഉപയോഗിക്കില്ല, പകരം ഏതാണ്? പെർഫോറേറ്റഡ് സ്റ്റാമ്പ്സ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ദെൻ PST supplies the postal orders to the HOs. HOs supply to SOs. PSD എന്ന് പറഞ്ഞാൽ എന്താണ്? പോസ്റ്റൽ സ്റ്റോർ ഡിപ്പോട്ട്സ്. പോസ്റ്റൽ സ്റ്റോർ ഡിപ്പോട്ട്സ് ആണ് എന്ത് ചെയ്യുന്നത്? പോസ്റ്റൽ ഓർഡേഴ്സ് ഹെഡ് ഓഫീസിലേക്ക് സപ്ലൈ ചെയ്യും. ഹെഡ് ഓഫീസ് അത് എന്ത് ചെയ്യും? സബ് ഓഫീസിലേക്ക് സപ്ലൈ ചെയ്യും. ഇപ്പൊ IPO എന്താണ്? ഇന്ത്യൻ പോസ്റ്റൽ ഓർഡേഴ്സ്. എത്ര ഡിനോമിനേഷൻസിനാണ് ഉള്ളത്? 4 ഡിനോമിനേഷൻസ്: ₹10, 20, 50 and 100. Then the IPO have 2 parts, counterfoil and payees portion. IPO യിൽ 2 പാർട്സ് ആണ് ഉള്ളത്. വൺ എന്താണ്? കൗണ്ടർഫോയിൽ പാർട്സും പേയീസ് പോർഷനും.
Then application for miscarriage, loss or orders should be made within 36 months from the last day of month of issue and must be made to the superintendent of post office or a first class head postmaster. അതായത് IPO നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻ വെച്ചു. അപ്പോൾ ആ ആപ്ലിക്കേഷൻ എന്തെങ്കിലും മിസ്കാരേജോ ലോസോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കംപ്ലൈന്റ് കൊടുക്കുന്നത് വിത്തിൻ 36 months ഫ്രം ദ ലാസ്റ്റ് ഡേ ഓഫ് മന്ത് ഓഫ് ഇഷ്യൂ. എന്നാണോ ഇഷ്യൂ ചെയ്തത് ആ ഡേ മുതൽ 36 months ആ ടൈം ഗ്യാപ്പിനുള്ളിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്? കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ആർക്കാണ് കംപ്ലൈന്റ് കൊടുക്കേണ്ടത്? സൂപ്രണ്ടന്റ് ഓഫ് പോസ്റ്റ് ഓഫീസ് ഓർ എ ഫസ്റ്റ് ക്ലാസ് ഹെഡ് പോസ്റ്റ് മാസ്റ്റർ. സൂപ്രണ്ടന്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ് ഹെഡ് പോസ്റ്റ് മാസ്റ്റർക്കും ആണ് കംപ്ലൈന്റ് കൊടുക്കേണ്ടത്. Then IPOs are payable within 24 months from the last day of month of issue. 24 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? IPO പേ ചെയ്തിരിക്കണം. IPOs are payable within 24 months. 24 മാസത്തിനുള്ളിൽ അത് പേ ചെയ്തിരിക്കണം. Then എന്താണ്? It is presented after 24 months but before 36 months. From the last day of the month of issue, a second commission equal to the first is payable in the postage stamps affixed on the back of the order. അതായത് നമ്മൾ പറഞ്ഞു എന്താണ്? IPO 24 മാസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പ്രസന്റ് ചെയ്തിരിക്കണം. ഇനി നമ്മൾ ഈ IPO പ്രസന്റ് ചെയ്യുന്നത് 24 മാസം കഴിഞ്ഞു, പക്ഷെ എന്താണ്? 36 മാസം ആയിട്ടില്ല. അങ്ങനത്തെ കേസിലാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? എ സെക്കൻഡ് കമ്മീഷൻ ഈക്വൽ ടു ദ ഫസ്റ്റ്. അതായത് ആദ്യം ഒരു കമ്മീഷൻ ഓൾറെഡി പേ ചെയ്യും, അത് കൂടാതെ ഒരു സെക്കൻഡ് കമ്മീഷനും കൂടി പേ ചെയ്യണം. അതെങ്ങനെ? ഇൻ ദ ഫോം ഓഫ് പോസ്റ്റേജ് സ്റ്റാമ്പ്സ്. Then IPO presented after 36 months from the last day of the month of issue are not paid and are forfeited. അതായത് IPO 36 മാസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഫോർഫീറ്റ് ചെയ്യും. അത് പേ ചെയ്യാൻ പാടില്ല. അതെന്താ ചെയ്യുക? ഫോർഫീറ്റ് ചെയ്യും. കമ്മീഷൻസ്, ഡിനോമിനേഷൻസും അതിന്റെ കമ്മീഷൻസും എങ്ങനെയാണെന്ന് നോക്കാം. 10ന്റെ IPOന് ₹1 ആണ് കമ്മീഷൻ, 20ക്ക് 2 രൂപ, 50ക്ക് 5 രൂപ, 100ന് 10 rupees. ഇങ്ങനെയാണ് കമ്മീഷൻ റേറ്റ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു 8 ഡിനോമിനേഷൻസ് ഉണ്ടായിരുന്നു. 1 രൂപ മുതൽ 7 രൂപ വരെ ഉള്ളത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. 2015 ജാനുവരിയിൽ അത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. 1 രൂപ മുതൽ 7 രൂപ വരെ ഉണ്ടായിരുന്ന IPO ഡിനോമിനേഷൻസ് 1 രൂപയായിരുന്നു കമ്മീഷൻ. ഇൻ കേസ് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയായിരുന്നു അതിന്റെ കമ്മീഷൻ. IPO ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. IPO എന്താണ്? ഇന്ത്യൻ പോസ്റ്റൽ ഓർഡേഴ്സ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു വേർഷൻ ആണ് എന്താ? ഇലക്ട്രോണിക് ഇന്ത്യൻ പോസ്റ്റൽ ഓർഡേഴ്സ്, ദാറ്റ് ഈസ് EIPO. EIPO വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ 22nd March 2013. EIPO എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 22nd March 2013. 22nd March 2013. First, electronic Indian postals are available for citizens living abroad. വിദേശത്തുള്ള വ്യക്തികൾക്കായിരുന്നു ആദ്യം ഇലക്ട്രോണിക് ഇന്ത്യൻ പോസ്റ്റൽ ഓർഡേഴ്സ് യൂസ് ചെയ്യാൻ പറ്റിയിരുന്നത്. Then it's expanded to include all Indian citizens on 14th February 2014. 2014 ഫെബ്രുവരി 14 മുതൽ ഇന്ത്യയിലെ സിറ്റിസൺസിനും കൂടി വാങ്ങാമെന്നുള്ള ഇതായി മാറി. അപ്പൊ എന്താണ്? ഇലക്ട്രോണിക് പോസ്റ്റൽ ഓർഡേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 22nd March 2013. 22nd March 2013. Then included to all citizens of India 14th February 2014. 14th February 2014. Then field postal orders. Field postal orders എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരിക? ഫീൽഡ് പോസ്റ്റൽ ഓർഡേഴ്സ് എന്തുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും? ഫീൽഡ് പോസ്റ്റൽ ഓർഡേഴ്സ് ആർ റിലേറ്റഡ് ടു ആർമി പോസ്റ്റൽ സർക്കിൾ. ആർമി പോസ്റ്റൽ സർക്കിളിന്റെ വേറൊരു പേരാണ് എന്താ? ഫീൽഡ് ഓഫീസ് എന്ന് പറയില്ലേ? അപ്പൊ എന്താണ്? ഫീൽഡ് പോസ്റ്റൽ ഓർഡേഴ്സ് ആർ റിലേറ്റഡ് ടു ആർമി പോസ്റ്റൽ സർവീസ്. നമുക്ക് നോക്കാം. FPO, that is field postal orders. Field postal order provide a convenient means of transmitting money by armed forces, personal service served by armed post officer. ആർമി പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന അവർക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്താ? ഫീൽഡ് പോസ്റ്റൽ ഓർഡേഴ്സ്. പണം ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഫീൽഡ് പോസ്റ്റൽ ഓർഡേഴ്സ് ഹാവ് 6 denominations. 6 denominations ഉണ്ട്. FPO are payable within 4 months from the last day of the month of issue. FPO 4 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? പേ ചെയ്തിരിക്കണം. Then if it is presented after 4 months but before 6 months from the last day of the month of issue, second commission equal to the first is payable. അതായത് പറഞ്ഞു 4 മാസത്തിനുള്ളിൽ അത് എന്ത് ചെയ്യണം? പേ ചെയ്തിരിക്കണം. ഇനി നമ്മൾ അത് പ്രസന്റ് ചെയ്യുന്നത് എന്താണ്?
ആഫ്റ്റർ 4 months 4 മാസം കഴിഞ്ഞു, ബട്ട് ബിഫോർ 6 months 6 മാസത്തിനുള്ളിലാണെങ്കിൽ, അതായത് 4 മാസം കഴിഞ്ഞു 6 മാസത്തിനുള്ളിലാണെങ്കിൽ എന്താണ്, നമ്മൾ എന്തും കൂടി പേ ചെയ്യണം. എ സെക്കൻഡ് കമ്മീഷൻ ഈക്വൽ ടു ദ ഫസ്റ്റ് ഈസ് പേയബിൾ. ആദ്യത്തേതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു സെക്കൻഡ് കമ്മീഷൻ പേ ചെയ്യണം. ദെൻ ഇഫ് ഇറ്റ് ഈസ് പ്രസന്റഡ് ആഫ്റ്റർ 6 months ഇറ്റ് ഈസ് നോട്ട് പേയബിൾ ആൻഡ് ആർ ഫോർഫിറ്റഡ്. 6 മാസം കഴിഞ്ഞിട്ടാണ് പ്രസന്റ് ചെയ്യണമെങ്കിൽ എന്താണ്, നമുക്കത് പേ ചെയ്യാൻ പറ്റില്ല, അത് എന്ത് ചെയ്യും, ഫോർഫിറ്റ് ചെയ്യും. അപ്പൊ എന്താണ്, ഇഫ് ഇറ്റ് ഈസ് പ്രസന്റഡ് ആഫ്റ്റർ 6 months ഇറ്റ് ഈസ് നോട്ട് പേയബിൾ ആൻഡ് ആർ ഫോർഫിറ്റഡ്. Any application regarding miscarriage, loss, destruction or failed postal orders should be made within 6 months from the last day of the month of issue. 6 മാസത്തിനുള്ളിൽ എന്താണ്, വിത്തിൻ 6 months 6 മാസത്തിനുള്ളിൽ കംപ്ലൈൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കൊടുത്തിരിക്കണം. അതിന്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളും 6 മാസത്തിനുള്ളിൽ കൊടുത്തിരിക്കണം. ഇതാണ് ഫീൽഡ് പോസ്റ്റൽ ഓർഡേഴ്സിനെ കുറിച്ച് പറയുന്നത്. Then denominations and commissions of FPO. ഡിനോമിനേഷൻസ് 2000-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2000 ഉണ്ട്, 3000, 5000, 10,000, 15,000 ആൻഡ് 20,000. 2000-ന് 30 rupees ആണ് കമ്മീഷൻ, 3000-ന് 30 rupees തന്നെ, 5000-ന് 50 rupees, 10,000-ന് 60 rupees, 15,000-ന് 80 rupees, then 20,000-ന് 90 rupees. ഇതാണ് ഇതിന്റെ കമ്മീഷൻ റേറ്റ് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെയായിരുന്നു, ഇലക്ട്രോണിക് ക്ലിയറൻസ് സർവീസ്, IPO, ഇലക്ട്രോണിക് IPO, ദെൻ ഫീൽഡ് FPO, ദാറ്റ് ഈസ് ഫീൽഡ് പോസ്റ്റൽ ഓർഡേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. സോ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു.